നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2023-24 സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ കിരീട ജേതാക്കളൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ മാത്രമാണ് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ സീസണിന് ശേഷമാണ് കോപ്പ അമേരിക്കയും യുവേഫ യൂറോ കപ്പും അരങ്ങേറുന്നത്. അതും കൂടി ബാലൻഡിയോർ പോരാട്ടത്തിൽ വലിയ നിർണായക ഘടകമാവാൻ സാധ്യതയുണ്ട്. ഏതായാലും നിലവിലെ ബാലൻഡിയോർ പവർ റാങ്കിങ് goal.com ഒന്ന് പുതുക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഒരിക്കൽ കൂടി പരിശോധിക്കാം. 20ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, ഇന്റർ മയാമിയുടെ അർജന്റീൻ സൂപ്പർ താരമായ ലയണൽ മെസ്സിയാണ്. ഈ സീസണിൽ മികച്ച രൂപത്തിൽ മെസ്സി കളിക്കുന്നുണ്ട്. നിലവിലെ ബാലൻഡിയോർ ജേതാവ് മെസ്സിയാണ്, അതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. 22 ഗോളുകളും 10 അസിസ്റ്റുകളും ഇന്റർ മയാമിക്ക് വേണ്ടി മെസ്സി നേടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ലീഗ്സ് കപ്പ് ഈ ഒരു കാലയളവിലാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം നേടിയിട്ടുള്ളത്. ഇനി 19ാം സ്ഥാനത്ത് ജോഷുവ കിമ്മിച്ചാണ് വരുന്നത്. ബയൺ മ്യൂണിക്കിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം ഈ ഒരു സീസണിൽ നടത്തുന്നു. 18ാം സ്ഥാനത്ത് ഇന്റർ മിലാന്റെ അർജന്റീൻ സൂപ്പർ താരമായ ലൗറ്ററോ മാർട്ടിനസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇനി 17ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസന്റെ സൂപ്പർ താരമായ ജെർമി ഫ്രിംപോങ് വരുന്നു. അദ്ദേഹം 13 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ബയറിനോടൊപ്പം. ഇനി 16ാം സ്ഥാനത്ത് മുഹമ്മദ് സലാ വരുന്നുണ്ട്. ലിവർപൂളിന് വേണ്ടി 29 ഗോളുകളും 16 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. കരബാവോ കപ്പ് അദ്ദേഹമാണ് നേടിയിട്ടുള്ളത്. ഇനി 15ാം സ്ഥാനത്ത് ആഴ്സണലിന്റെ ഡക്ലാൻ റൈസ് ആണ് വരുന്നത്. 14ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവ വരുന്നു. അതുപോലെ തന്നെ 13ാം സ്ഥാനത്ത് മറ്റൊരു മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിനെയാണ് വരുന്നത്. 12ാം സ്ഥാനത്ത് വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ ആന്റോയിൻ ഗ്രീസ്മാൻ ആണ്. 22 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 11ാം സ്ഥാനത്ത് അന്റോണിയോ റൂഡിഗർ വരുന്നു. റയലിന്റെ പ്രതിരോധ നിര താരമാണ് അദ്ദേഹം. 10ാം സ്ഥാനത്താണ് ബുക്കയോ സാക്ക വരുന്നത്. ക്ലബിനോടൊപ്പം 19 ഗോളുകളും 15 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ വരുന്നു. 18 ഗോളുകൾ 9 അസിസ്റ്റുകൾ. സ്പാനിഷ് സൂപ്പർ കപ്പ് അദ്ദേഹം ക്ലബിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 8ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി വരുന്നു. 10 ഗോളുകൾ 13 അസിസ്റ്റുകൾ. ക്ലബ്ബ് വേൾഡ് കപ്പും യുവേഫ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഏർലിംഗ് ഹാലൻഡ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 35 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പ്, യുവേഫ സൂപ്പർ കപ്പ് എന്നിവ ക്ലബിനോടൊപ്പം അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസന്റെ ഫ്ലോറിയാൻ വിഡ്സ് ആണ് വരുന്നത്. അദ്ദേഹം 18 ഗോളുകളും 21 അസിസ്റ്റുകളും ക്ലബിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. ബൂണ്ടസ്ലീഗ കിരീടം നേടുകയും ചെയ്തു. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ സാബി അലോൺസോക്ക് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5ാം സ്ഥാനത്ത് റയലിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ആണ് വരുന്നത്. 19 ഗോളുകൾ 11 അസിസ്റ്റുകൾ. സ്പാനിഷ് സൂപ്പർ കപ്പ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽഫോഡൻ ആണ്. 25 ഗോളുകളും 10 അസിസ്റ്റുകളും ഈ സീസണിൽ ഫിൽഫോഡൻ നേടിയിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പ്, യുവേഫ സൂപ്പർ കപ്പ് എന്നിവ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 3ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ൻ ആണ് വരുന്നത്. 46 ഗോളുകളും 13 അസിസ്റ്റുകളും അദ്ദേഹം ഈ ഒരു സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് PSG കിലിയൻ എംബപ്പെ വരുന്നു. 49 ഗോളുകൾ 17 അസിസ്റ്റുകൾ. ലീഗ് 1 സ്വന്തമാക്കി. ട്രോഫി ഡെസ് ചാമ്പ്യൻസ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, റയലിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. 23 ഗോളുകൾ 13 അസിസ്റ്റുകൾ. സൂപ്പർ കോപ്പ ഡി എസ്പാൻ അഥവാ സ്പാനിഷ് സൂപ്പർ കപ്പ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രധാനമായും 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബപ്പെ, ഹാരി കെയ്ൻ എന്നിവരാണ് വരുന്നത്. ഈ 3 താരങ്ങളും ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ ഉണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ആരായിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം നേടുക? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.